ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ ഐറ്റല്ലേ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ചൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ബ്രെഡ് ഓംലെറ്റ്. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കാം. മൈ നെയിം ഈസ് അബ്ദുൽ മുനീർ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കിയാലോ? വാ കാണിച്ചുതരാം. 2 മുട്ട ഒരു ബൗളിലിട്ടങ്ങ് പൊട്ടിച്ചു വയ്ക്കാം. ഇനി ഒരു പകുതി ഗ്രീൻ ചില്ലി, ഇനി അതിലോട്ട് ഉള്ളി, അതൊരു കാൽഭാഗം, ഒരു ചെറിയ ഉള്ളിൻ്റെ കാൽഭാഗം ചെറുതായി മുറിച്ച്. ഇനി കുരുമുളക് പൊടി, നല്ല ക്രഷ്ഡ് കുരുമുളക് പൊടിയേ. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് വന്നിട്ട് കൊടുക്കുക. ഇനി ഒരു ഫോർക്ക് എടുത്ത് നന്നായി ഇതിനെ ബീറ്റ് ചെയ്യാം. ഒരു അര മിനിറ്റ് അങ്ങ് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എഗ് ബാറ്റർ, ഓംലെറ്റിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം. 2 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ബ്രെഡിലോട്ട് നമ്മൾ ബട്ടർ, ബ്രെഡിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ബട്ടർ അങ്ങ് നന്നായി പിടിപ്പിക്കുക. ബട്ടർ കുറച്ചും കൂടി മെൽറ്റായി വന്നാലാണ് നന്നായി പിടിക്കുക. ഇത് കുറച്ച് മെൽറ്റായിട്ടില്ല, അത് നന്നായി ഒന്ന് പിടിപ്പിക്കുക. ബ്രെഡിൻ്റെ 2 ബ്രെഡിൻ്റെയും ഒരു ഭാഗം മാത്രമേ ബട്ടർ നമ്മൾ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ നമ്മുടെ ബ്രെഡ് റെഡി ആയിരിക്കുന്നു. 2 ഒരുപോലത്തെ ബ്രെഡ് പീസാണ് നല്ലത്. ഞാൻ കുറച്ച് സ്റ്റൈലാക്കാൻ നോക്കി കൊള്ളായതാണ്. ഇനി ഒരു ഗ്യാസ് കത്തിച്ച് നമുക്കൊരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ബട്ടറോ ഓയിലോ, ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലാണ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത്. ഇനി നമുക്ക് ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം, ഓംലെറ്റ് ഉണ്ടാക്കാം. ഇനി അത് കുറച്ചൊന്ന് വെന്താൽ നമുക്ക് ബ്രെഡ്, ആ ബട്ടർ നമ്മൾ സ്പ്രെഡ് ചെയ്തില്ലേ, അത് മുകൾ ഭാഗത്തായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ആ ബാക്കിയും കൂടി വെച്ച്, ഇത് രണ്ടും ഒരുപോലെ ആകുമ്പോൾ നമ്മളില്ലേ മടക്കുമ്പം നല്ല കറക്റ്റായിട്ട് വരും. ഇതൊന്ന് ചെറുതും ഒന്ന് വലുതായി പോയി, അതിൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്കാണ്. നിങ്ങളങ്ങനെ ചെയ്യേണ്ട, ഒരുപോലത്തെ ബ്രെഡ് വെച്ചാൽ മതി. ഇനി നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ഒരു മിനിറ്റ് വെന്താൽ മതി കേട്ടോ. 1 മിനിറ്റാണ് ഇതിൻ്റെ കറക്റ്റ് വേവ്. ചെറിയ തീയിൽ, കരിയാൻ പാടില്ല. എപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കരിയാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ വെച്ചാൽ ഒരിക്കലും കരിയില്ല. ഇനി നമുക്കതിന് കയ്യിലോട്ട് എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ അതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല പെർഫെക്റ്റായിട്ട് വരണം മറിക്കുമ്പോൾ, ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. അങ്ങനെ മറിച്ചിട്ടു. ഇനി നമുക്ക് അതിൻ്റെ ബ്രെഡിനനുസരിച്ച് ചെറിയ അധിക പീസല്ലേ, അതൊന്ന് മുകളിലോട്ട് തന്നെ ഒന്ന് മടക്കി കൊടുക്കാം. എല്ലാം വളരെ സ്ലോ പതുക്കെ ചെയ്താൽ മതി, തിരക്കൊന്നും ആക്കണ്ട. നല്ല അടിപൊളിയായിട്ട് വരും. നമ്മൾ തിരക്കാക്കിയെല്ലാം കൊള്ളാവും. പതുക്കെ ചെയ്താൽ മതി, ഒരു പ്രശ്നമില്ല. ആ ഭാഗം കൂടി ഒന്ന് മടക്കി കൊടുക്കാം. അങ്ങനെ നമ്മളെ ഇത് ശരിയായിരിക്കുന്നു. ഇനി ബ്രെഡ് ഒന്ന് നേരെ പകുതിയാക്കി കൊടുക്കാം. അപ്പോൾ 2 ഒരുപോലത്തെ ബ്രെഡാണെങ്കിലേ നല്ല പെർഫെക്റ്റായിട്ട് വരും. ഇതൊന്ന് ചെറുതും ഒന്ന് വലുതും ആയിപ്പോയി. അത് ഞാൻ പറഞ്ഞ എൻ്റെ അടുത്ത് ഒന്നൊരു മിസ്റ്റേക്കാണ്. ഒരുപോലത്തെ ആണെങ്കിൽ നല്ല അടിപൊളിയായി വരും. പിന്നെ എല്ലാം കഴിക്കുന്നല്ലേ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ കാണാൻ ഭംഗിയാണെങ്കിൽ നമുക്ക് ഒരുപോലത്തെ ആയാലും അടിപൊളിയായി. അങ്ങനെ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിരിക്കുന്നു. നമുക്കൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി ഇനി അതിനൊന്ന് നമുക്ക് മുറിച്ചു കൊടുക്കണ്ടേ, ഒരു പകുതിയായി മുറിക്കാം. അപ്പോൾ തിന്നാൻ എളുപ്പമായിരിക്കും, കാണാനും നല്ല രസമുണ്ടാവും. ഇനി പകുതിയായി ഇതുപോലെ അങ്ങ് ഒന്ന് മുറിച്ചു കൊടുക്കുക. വാവ്, നല്ല അടിപൊളിയായി വന്നിട്ട് നമ്മളെ ബ്രെഡ് ഓംലെറ്റ്. ഇനി നമുക്ക് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി വെക്കാം. നോക്കിയേ എങ്ങനെയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. നല്ല ഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്, നല്ല അടിപൊളി. ഞാൻ ഗോതമ്പിൻ്റെ ബ്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് ബ്രെഡ് ഉപയോഗിക്കുക. അങ്ങനെ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിരിക്കുന്നു. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ സിമ്പിൾ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ അടിപൊളി സിമ്പിൾ വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കേ.